അനധികൃത ഖനന പരാതിയിൽ ഇപ്പോൾ സി വർഗീസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. സമൂഹത്തിനിടയിൽ ജീവിക്കാനും അവർക്ക് നിയമപരമായി ചെയ്യാനൊക്കെയുള്ള അവകാശം അവർക്കുണ്ട്. അല്ല പറയട്ടെ, അന്വേഷണമുണ്ട്, അതുണ്ട്. അത് അവർ നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പിടിച്ചോട്ടെന്ന് ആർക്ക് തർക്കം? അതുണ്ടെങ്കിൽ അതിന് നടപടി എടുത്തോട്ടെ, ആർക്ക് തർക്കം? ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ മകൻ്റെയോ മക്കളുടെ ആരുടെയും നിർമ്മാണ പ്രവർത്തനമോ ബിസിനസ്സിലോ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഒരു ഉദ്യോഗസ്ഥയെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ശുപാർശയുടെ ഭാഗം വിളിച്ചിട്ടുണ്ടെന്നോ? നിങ്ങൾ മാധ്യമ പ്രവർത്തനം വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറ. അത് അവരുടെ ബിസിനസ്, അവരവരുടെ കാര്യമായിട്ട് പോകും. അതിനെനിക്കെന്ത് കാര്യം? ഇനി എന്തായാലും അവർ നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ട്, അവരത് അനുഭവിച്ചോളൂ. അതിന് പാർട്ടിക്കൊന്നും ഉത്തരവാദിത്തം, എനിക്കൊന്നും ഉത്തരവാദിത്തം. ഈ പരാതി ഉയർന്നു എന്നുള്ളത് ശരിയാണല്ലോ. അപ്പൊ ഈ പരാതി വ്യാജമാണോ എങ്ങനെ അന്വേഷിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ? അത് അച്ഛൻ അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഒരാൾ പരാതി അയക്കുന്ന ഒരാൾ എനിക്ക് ആധികാരികമായി തെളിയിക്കണമെങ്കിൽ ഇന്നയാളിൻ്റെ പരാതി അടിസ്ഥാനപരമായി കൊടുക്കണം. ഒരാളൊരു പരാതി ഉന്നയിക്കുമ്പോൾ ആധികാരികമായി കൊടുക്കണം. ഇന്നയാളിൻ്റെ പേരിൽ ഞാൻ സീവറീസ്, ഞാൻ പരാതിക്കാരൻ, അങ്ങനെ കൊടുക്കണം. അതല്ലാതെ ഒരു മുട്ട പരാതി എവിടെയെങ്കിലും തയ്യാറാക്കി അയക്കുക, ഉടനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യക്ഷൻ പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ സെക്രട്ടറി പാറമട നടത്തുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക. അത് മര്യാദകേടിൻ്റെ അങ്ങേയറ്റത്തെ പ്രയോഗമാണ്, മര്യാദകേടിൻ്റെ അങ്ങേയറ്റമാണ്. അതൊന്ന്. രണ്ട്, ഇവിടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിനെ ബാധിക്കൽ PW റോഡാണ് പണിയുന്നത്. ആ PW റോഡ് പണിയുന്നതിന് CPM സീവറീസിൻ്റെ പാറക്കോറിയാണെന്ന് പറഞ്ഞ് ഒരു മാധ്യമം ഇന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഞാൻ മാധ്യമത്തിൻ്റെ പേര് പറയുന്നില്ല. അത് മാധ്യമ ധർമ്മമാണോ, മാധ്യമത്തിൻ്റെ ധാർമ്മികത ചേർന്നാണോ? ആണോ? നിങ്ങൾ പരിശോധിക്കുക. മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ PW റോഡ് വർക്ക് നടക്കുന്നത് ഇരിക്കുന്നു, അറിയാമല്ലോ. ഇവിടെ ആർക്കെല്ലാം അറിയാം. അതിന് സീവറീസിൻ്റെ പാറമണയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ വാതിൽ നടക്കുന്നു പറഞ്ഞ് കൊടുക്കുന്നത്. മാധ്യമം അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതിനകത്ത് മാധ്യമത്തിൻ്റെ ധാർമ്മികത എന്തുണ്ട്? ആ CPM അഭിവൃദ്ധിപ്പെടുത്താനല്ലേ? അത് അഭിവൃദ്ധിപ്പെടുത്താൻ അതിനകത്ത് മാധ്യമങ്ങളുടെ പങ്കുണ്ട്. ആ മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടാനുള്ള സൗകര്യത്തിന് ഒരു വടി, ഒരു മരുന്ന് കളക്ടർ ഇട്ട് കൊടുത്തു. അത് നിങ്ങളെല്ലാം കൂടെ എടുത്ത് ആഘോഷമാക്കി. എല്ലാം ഞാൻ പറയുന്നില്ല, അത് ആഘോഷമാക്കിയതിനെ പറഞ്ഞ് നിങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിന് സ്വാഗതം ചെയ്യുക. കാരണം അതൊക്കെ നല്ല കാര്യം, അന്വേഷണാത്മകം വരട്ടെ. ഇവിടെ ഈ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ. ഈ ജില്ലയിൽ അനധികൃതമായിട്ടുള്ള പാറഖനനവും മണ്ണെടുപ്പും നടക്കുന്നുണ്ട് എന്നുള്ളത് ജിയോളജി വകുപ്പ് നേരത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 27ലധികം റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CPM ഒരു നിലപാടുണ്ട്. ഒരു കാര്യമാണ്, ഇടുക്കി ജില്ലയിൽ അനധികൃത പാറപൊട്ടിക്കലും മണ്ണെടുപ്പും നടത്തുന്നുവെന്ന പരാതിയിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹം തള്ളുന്നു. അനധികൃത ഖനന ആരോപണങ്ങൾ വ്യാജമാണ്. ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിക്ക് നീങ്ങുമെന്നും CV വർഗീസ് പറയുകയാണ്.